നല്ല പടമായിരുന്നു. ഇന്നത്തെ ആൺപിള്ളേരുടെ അവസ്ഥ ഓർത്തിട്ടാണ്. എല്ലാ പിള്ളേരുടെ അവസ്ഥ ഇത് തന്നെ. ലാസ്റ്റ് ആ സന്തോഷിച്ചിരുന്ന ആൺപിള്ളേരെല്ലാം നിശ്ചലരായി എന്നുള്ളതാണ്. വളരെ ഹൃദയസ്പർശിയ സിനിമയാണ്. ഒരുപാട് ആശയങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ സിനിമ കാണുന്നത്. പക്ഷേ പേരൻസിനെ മക്കൾ നോക്കാതിരിക്കുന്ന ശരിയല്ല. അങ്ങനെ ഒരു പ്രവണത വന്നിട്ടുണ്ട്. ഈ ലോകത്തിപ്പോൾ മനുഷ്യത്വം നന്മ എല്ലാം കുറഞ്ഞു വരുവാണ്. നല്ല മനുഷ്യത്വം നന്മയുള്ള ഹൃദയസ്പർശിയ പടമാണ്. ഭയങ്കര ഫീലിംഗ് വരുന്ന ഫിലിമാണ് ഇത്. നല്ലൊരു ഫിലിമാണ്. നല്ല ഹാർട്ട് ടച്ചിങ് ഹൃദയസ്പർശിയ ഫിലിമാണ്. ഇങ്ങനത്തെ സിനിമകൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇമോഷണൽ ആയിരുന്നു. എൻഡിങ് ഒത്തിരി ടച്ച് ചെയ്യുന്ന ഒരു എൻഡിങ് ആണ്. എല്ലാവരും എൻജോയ് ചെയ്യും. അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാണാൻ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ മൂവി. വളരെ ടച്ചിങ് ആയിട്ടുള്ള സബ്ജക്റ്റ്. ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും വന്ന് കാണണം. ഫാമിലി പ്രത്യേകിച്ചും വന്ന് കാണണം. പിന്നെ തീർച്ചയായിട്ടും വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതെല്ലാവരും വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. അച്ഛനും അമ്മയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മെയിൻ ലീഡായിട്ട് ചെയ്തവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂ കമേഴ്സാണെന്നുള്ളൊരു ഫീല് തോന്നുകയില്ല. ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണേണ്ട മൂവിയാണ്. നല്ല സിനിമയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആഗ്രഹിച്ചാണ് ഫസ്റ്റ് ഷോയ്ക്ക് വന്നത്. അതെ അതെ, ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടിയ ഒരു സ്നേഹമാണല്ലോ ഏത് പ്രായത്തിലും. പക്ഷേ ഇതിനകത്ത് വേണ്ടത് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് മാതാപിതാക്കളുടെ അവകാശം വേണം, സമ്മതം വേണം. ഒരു പ്രായം കഴിയുമ്പോൾ മക്കളുടെ സമ്മതം വേണം. പിന്നെ അവരുടെ നല്ലായിരുന്നു മോനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്നായി ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും, അച്ഛനും അമ്മയും നമ്മളുടെ വീട്ടിലെ ഒരു എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ അതെ, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതെ അതെ, അത് നന്നായിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ മറ്റേ പയ്യനെയും അവൻ്റെ റോളും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ജോബീസ് റോൾ നന്നായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇഷ്ടപ്പെട്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ട്. അതായത് ഒരു ലാഗ് ഫീലിംഗ് ഇല്ല. ഈ ചെറിയ പടമായ പോലും നമ്മൾ അതിൻ്റെ ക്യാരക്ടറോട് ഒരുമിച്ച് പോണ പോലെയാണ് തോന്നുന്നത്. നമുക്ക് ആ ഒരു ലാഗ് ഫീലിംഗ് ഇല്ല. നമ്മൾ ലീവ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് പടത്തിൽ. ആ ക്യാരക്ടറോട് നമ്മൾ ഇതായും. പിന്നെ ആ ഏജ് ഓൾ റിലേഷൻഷിപ്പ് കാണിക്കുന്നു, അത് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ഈ ലിവിങ് ടുഗദറും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ഒരു ഇത് പടം കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങനെ ജീവിക്കണമെന്ന് തോന്നും നമുക്ക് ആ ഒരു രീതിയിൽ. അതാണ് നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഒരു പ്രണയകഥ. തിയേറ്ററിൽ നമുക്ക് അത് കണ്ടു തീരുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. അതുപോലത്തെ ഒരു പടമാണ്. മലയാളികൾ എന്തായാലും ഈ പടത്തിനെ സ്വീകരിക്കണം. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇതിൻ്റെ സോങ്സാണ് നല്ലതാണ്, വിഷ്വൽസ് നല്ലതാണ്. പിന്നെ ഓരോ സീനിലും ചെറിയ ചെറിയ എലമെൻറ്റ്സൊക്കെ ആഡ് ചെയ്തേക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊരിക്കലും ഒരു ലവ് മാത്രമായിട്ടുള്ളൊരു പ്രണയം മാത്രം പറയുന്നൊരു സിനിമയല്ല. ഇതിൻ്റെ അകത്ത് കോമഡി ഉണ്ട്, ഇതിൻ്റെ അകത്ത് നല്ല സിറ്റുവേഷൻസുകളുണ്ട്, നല്ല സീൻസ് ഉണ്ട്. എല്ലാം നമുക്ക് തിയേറ്ററിൽ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. അതിമനോഹര ചിത്രം. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാണുന്നത് എല്ലാ ടൈപ്പ് ഓഡിയൻസിനും ഇഷ്ടപ്പെടും. എക്സ്പെഷ്യലി പ്രായത്തിന് പ്രണയം ഒരു തടസ്സമല്ല എന്ന് പറയുന്നതാണ് പടം പറഞ്ഞു പോകുന്നത്. പിന്നെ പടം പറയുന്ന ഒരു മെയിൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രായമാകുമ്പോൾ നമ്മളുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അവരെ അനാഥാലയത്തിലോട്ട് മാറ്റുകയും അവരുടെ ഒരു ഒറ്റപ്പെടലുമാണ് പടം പറയണത്. ആ ഒറ്റപ്പെടലിൽ ആരാണെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കൂട്ട്, അത് ഈ പടത്തിൽ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് നമ്മളുടെ ഈ പടത്തിലെ നായകൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്നതാണ്. അപ്പം എല്ലാവരും രണ്ടുപേരും നല്ല പെർഫോമൻസാണ്. നായകൻ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചേക്കുന്നത്. അത്യാവശ്യം ചിരിക്കാനും ഉണ്ട്, ചിന്തിക്കാനും ഉണ്ട്. തിയേറ്ററിൽ നല്ല ഇമോഷണലി ഭയങ്കര കണക്റ്റഡായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. മനസ്സ് നിറഞ്ഞ ഒരു എന്താ പറയുക, ഇഷ്ടത്തോടെ കണ്ടൊരു സിനിമ എന്നുള്ള രീതി ഇറങ്ങി വരാനും പറ്റുമെന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ല.